അപ്പോൾ ഗൂഗിൾ പിക്സൽ 7 സീരീസിന്റെ 2 ഫോണുകളും ഇന്ത്യയിൽ ലോഞ്ച് ആവുന്നതൊക്കെ ആയിരിക്കും. ഇവിടെ ഗൂഗിൾ ഇന്ത്യ ട്വീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്ലിപ്കാർട്ടിലും ഈ പിക്സൽ 7 സീരീസിന്റെ ടീസർ ഒക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഇതോടെ നമുക്ക് കൺഫേം ആയി പറയാനൊക്കെ പറ്റും ഇവിടെ പിക്സലിന്റെ 7 സീരീസ് ഇന്ത്യയിൽ ലോഞ്ച് ആവുന്നതൊക്കെ ആയിരിക്കും. അപ്പൊ കഴിഞ്ഞ നിങ്ങൾ പിക്സൽ 5ഉം 6ഉം നിങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ അതൊന്നും ഇന്ത്യയിൽ ഒന്നും ലോഞ്ച് ആയിട്ടൊന്നുമില്ല. പക്ഷെ ഇപ്രാവശ്യത്തെ ഫോണുകൾ ഉറപ്പായിട്ടും വരുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഫോണുകളിൽ എന്തൊക്കെയാണ് സ്പെസിഫിക്കേഷൻസ് ഉണ്ടാകാൻ പോകുന്നത്, എന്തൊക്കെ പുതിയതായിട്ടുള്ള സംഭവങ്ങളാണ് വരാൻ പോകുന്നത്, അതായിരിക്കും ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെല്ലാവരായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഗൂഗിൾ അവരുടെ IO ഇവന്റ് ഇല്ല, മെയിൽ വെച്ച് അവരുടെ ഒരു IO ഇവന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ അവരുടെ പിക്സൽ 7 സീരീസിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവര് ആ ഫോണിന്റെ ലുക്സും ഇതൊക്കെ അവിടെ ടീസ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ ഫോൺ ഒക്ടോബർ 6 ആയിരിക്കും ലോഞ്ച് ആവാനൊക്കെ പോകുന്നത്. അപ്പൊ ഈ ഡേറ്റിനെ പറ്റി ഒന്നും നമുക്ക് യാതൊരു കൺഫ്യൂഷൻ ഒന്നുമില്ല. പിന്നെ ഈ പിക്സൽ 7 സീരീസിന്റെ പല ഇവിടെ അൺഒഫീഷ്യൽ ആയിട്ടുള്ള അൺബോക്സിംഗ് വീഡിയോ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫോണുകളുടെ ലുക്സും പിന്നെ സ്ക്രീനും ഇതൊക്കെ അറിയാവുന്നതൊക്കെയാണ്. പിക്സൽ 6 ടൈപ്പ് തന്നെയായിരിക്കും. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് 7 സീരീസിന്റെ ആ ക്യാമറ ബാറിന്റെ അവിടെ ഇപ്രാവശ്യം ഒരു അലുമിനിയം ടൈപ്പ് ഒരു ഫ്രെയിം ഒക്കെ ഉണ്ടായിരിക്കും. ബാക്കി ഇവിടെ സെയിം ഒക്കെ ആവുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഏകദേശം സെയിം ഒക്കെയാണ് നമുക്ക് ഇവിടെ പറയാനൊക്കെ പറ്റും ഇവിടെ ലുക്സിനകത്തൊക്കെ. നിങ്ങൾ ഇവിടെ സ്ക്രീൻ സൈസും ഇതൊക്കെ നോക്കുവാണെങ്കിൽ ഏകദേശം സെയിം ഒക്കെയാണ്. പിക്സൽ 6 സീരീസ് പോലെ തന്നെയാണ്. പിക്സൽ 7 പ്രോയിനകത്താണ് 6.7 ഇഞ്ചിന്റെ ഇവിടെ നിങ്ങൾക്ക് 120 ഹെർട്സ് സ്ക്രീൻ ഒക്കെയാണ് വരാൻ പോകുന്നത്. പിന്നെ ഈ ഫോണുകളുടെ സ്ക്രീൻ ആയാലും ഇവിടെ വേരിയബിൾ ഒക്കെ ആയിരിക്കും. അപ്പൊ കഴിഞ്ഞ നിങ്ങൾ പിക്സൽ 6 സീരീസ് നോക്കുവാണെങ്കിൽ അത് 10 ഹെർട്സ് ടു 120 ഹെർട്സ് ആയിരുന്നു അതിന്റെ വേരിയബിൾ ഈ റിഫ്രഷ് റേറ്റ്. പക്ഷെ ഇപ്രാവശ്യത്തെ പിക്സൽ 7 പ്രോയില് ഒരു 1 ഹെർട്സ് തൊട്ട് അവര് 120 ഹെർട്സ് വരെ ആക്കാൻ പോകുന്ന വേരിയബിൾ ഈ റിഫ്രഷ് റേറ്റ്. അപ്പൊ ഈ ഒരു സംഭവം അവർ ആഡ് ചെയ്യുന്നൊക്കെ ഉണ്ട്. പിന്നെ പിക്സൽ 7നകത്ത് അതേ നിങ്ങൾക്ക് 90 ഹെർട്സിന്റെ നിങ്ങൾക്ക് സ്ക്രീൻ ഒക്കെ ആയിരിക്കും വരാൻ പോകുന്നത് പറയുന്നുണ്ട്. സെയിം പിക്സൽ 6 പോലെ തന്നെ ആയിരിക്കും. അപ്പൊ ഇതാണ് നമുക്ക് ഇവിടെ ലുക്സും പിന്നെ സ്ക്രീനിനും ഇവിടെ നമുക്ക് കാണാനൊക്കെ സാധിക്കുന്നത്. ഇപ്രാവശ്യം നിങ്ങൾക്ക് ഇന്റേണൽസിനകത്ത് കുറച്ച് ചേഞ്ചസ് ഒക്കെ കാണാൻ സാധിച്ചേക്കാം. അപ്പൊ ഇന്റേണൽസ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പ്രോസസർ. അപ്പൊ കഴിഞ്ഞ വർഷത്തെ അവരുടെ പിക്സൽ 6 സീരീസിൽ ടെൻസർ ചിപ്പ് ഒക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്രാവശ്യം അവര് 2nd ജനറേഷൻ ആക്കാൻ പോവാണ്. ഇതിന്റെ കോഡ് നെയിം ഇവിടെ വന്നിട്ടൊക്കെ ഉണ്ട് GS201 എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് ബേസിക്കലി 4nm ബേസ്ഡ് ഒക്കെ ആയിരിക്കും. സാംസങ് തന്നെയായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഇപ്രാവശ്യം നിങ്ങൾക്ക് 2 കോർട്ടെക്സ് X1 കോഴ്സ് ഉണ്ടായിരിക്കും, 2 ഇവിടെ A76 കോഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും, 2 ഇവിടെ A52 കോഴ്സ് ഉണ്ടാവുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇപ്രാവശ്യം നിങ്ങൾക്ക് നല്ല ഒരു CPU GPU പെർഫോമൻസ് ഉണ്ടാവുന്ന പറയുന്നുണ്ട്. അപ്പൊ 25% നിങ്ങൾക്ക് ബെറ്റർ ഇവിടെ നിങ്ങൾക്ക് പെർഫോമൻസ് ഉണ്ടാവുന്ന പറയുന്നുണ്ട്. പിന്നെ 35% മെഷീൻ ലേണിംഗിൽ ബൂസ്റ്റ് ഉണ്ടാകാൻ പോകുന്നതാണ്. അപ്പൊ കഴിഞ്ഞ വർഷം നിങ്ങൾക്കറിയാം അവരുടെ മാജിക് ഇറേസർ ഫീച്ചർ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പല ഫീച്ചറുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്രാവശ്യം അത് കുറച്ചുകൂടെ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ആവുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കറിയായിരിക്കും ഇപ്പോൾ ട്രാൻസ്ലേഷൻ ആയിക്കോട്ടെ പല ഇവിടെ സംഭവങ്ങളും ഈ ഫോണിലൊക്കെ ചെയ്യാൻ പറ്റും ഓഫ്ലൈനിൽ തന്നെ. അപ്പൊ പല സംഭവങ്ങളും ഇനിയിപ്പം ഈ ഫോണിൽ വരാനൊക്കെ പോവുകയാണ്. അപ്പോൾ ഈ ടെൻസർ ചിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നെക്സ്റ്റ് നിങ്ങൾ ഇവിടെ ക്യാമറാസിലോട്ട് പോകുവാണെങ്കിൽ പിക്സൽ 7 പ്രോയിൽ 3 റിയർ ക്യാമറാസ് ആണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഇവര് 50 മെഗാ പിക്സലിന്റെ റിയർ ക്യാമറ മെയിൻ ഇവിടെ ക്യാമറ യൂസ് ചെയ്യാൻ പോവാണ്. GN1 സെൻസറിന്റെ, ഇത് സാംസങ്ങിന്റെ ആണ്. പിന്നെ ഇവിടെ 12 മെഗാ പിക്സലിൽ അൾട്രാവൈഡ് ഒക്കെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവിടെ 4x പെരിസ്കോപ്പ് ക്യാമറ ഒക്കെ ആഡ് ചെയ്യാൻ പോകുന്നു 48 മെഗാ പിക്സലിന്റെ പിക്സൽ 7 പ്രോയിൽ മാത്രം. പിന്നെ പിക്സൽ ഈ 7 സെയിം അതേ 2 റിയർ ക്യാമറ ഒക്കെ ഉണ്ടാകും. പക്ഷെ ഇതിൽ നിങ്ങൾക്ക് പെരിസ്കോപ്പ് ഈ ക്യാമറ ഒന്നും ഇല്ലാന്ന് പറയുന്നുണ്ട്. അപ്പൊ ക്യാമറാസിൽ പ്രത്യേകിച്ച് റിയർ ക്യാമറക്കകത്ത് നിങ്ങൾക്ക് വലിയൊരു മാറ്റമാണ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ സാംസങ്ങിന്റെ GN1 സെൻസർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ പുതിയൊരു ടെൻസർ ചിപ്പ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ബെറ്റർ ഫോട്ടോസ് ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. വീഡിയോക്ക് പ്രത്യേകിച്ച് എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. ഇത് പിക്സലിന്റെ ഫോൺസ് ആണ്. പക്ഷെ ഫോട്ടോഗ്രാഫിയിൽ ഇവരുടെ ഫോൺസ് അടിപൊളിയൊക്കെയാണ്. അപ്പൊ ഇത് നമുക്ക് വലിയൊരു ചേഞ്ച് ആയിട്ട് കാണാൻ സാധിച്ചേക്കാം. അൾട്രാവൈഡ് ആയാലും IMX381 സെൻസറിന്റെ ഒക്കെ ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ 4K വീഡിയോ റെക്കോർഡിംഗ് ഇപ്രാവശ്യം സെൽഫി ക്യാമറയിൽ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതുപോലത്തെ വാർത്തകൾ വരുന്നുണ്ട് ക്യാമറാസിനെ പറ്റി. അപ്പൊ ക്യാമറാസിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. പിക്സലിന്റെ ഫോൺസ് നല്ല ഫോട്ടോസ് ഒക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പം ഇപ്രാവശ്യം അത് ഇപ്പൊ കുറച്ചുകൂടെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവിടെ Android 13 ഔട്ട് ഓഫ് ദ ബോക്സ് ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് 4-5 വർഷത്തെ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾ പ്രൈസിങ്ങിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിലൊക്കെ കാണുന്നൊക്കെ
ഉണ്ടായിരിക്കും. അപ്പോൾ പിക്സൽ 7 സീരീസ് പറഞ്ഞ പിക്സൽ 7ല് 128GB നിങ്ങൾക്ക് ഏകദേശം $599 വരുന്നൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ പിക്സൽ 7 Pro 512GB പറഞ്ഞ മാക്സ് വേരിയന്റ് ഒക്കെയാണ്. ഇത് $1099 ആയിരിക്കും ഈ ഫോണൊക്കെ വരാൻ പോകുന്നത്. അപ്പൊ ഇതാണ് ഈ ഫോണുകളുടെ ഒക്കെ പ്രൈസിങ്. പിന്നെ ബാക്കി നിങ്ങൾക്ക് സ്ക്രീനിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ എല്ലാം കാണുന്നൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ പ്രൈസിംഗിൽ നിങ്ങൾക്ക് പിക്സൽ 7 Proയിൽ പ്രത്യേകിച്ച് 512GB കുറച്ച് കൂടുതലൊക്കെയാണ്. പക്ഷെ ഐഫോൺ വെച്ച് നോക്കുമ്പം വലിയ കൂടുതലൊന്നും അല്ല നമുക്ക് തോന്നും. അപ്പൊ ഇതാണ് ഈ ഫോണുകളുടെ ഒക്കെ പ്രൈസിങ്. പിന്നെ ഒക്ടോബർ 6 ഈ ഫോൺസ് ഒക്കെ ലോഞ്ച് ആകാൻ പോകുന്നത്. അപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇന്നത്തെ പോലെ നിങ്ങൾക്കറിയാം ഇനിയിപ്പോ ക്യാമറാസ് ഒക്കെ ഇനി നല്ല ആകുമ്പോഴാണ്. ഇനി ഇപ്പം AI ഇവിടെ പല ഫീച്ചേഴ്സ് ഒക്കെ കൊണ്ടുവന്നേക്കാം. അപ്പൊ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആൻഡ്രോയിഡ് 13 വേണ്ടി ഈ ഫോണിന് വേണ്ടി ഇവരൊക്കെ ആഡ് ചെയ്യാൻ ഇവിടെ സാധ്യതകളൊക്കെ ഉണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിനെ പറ്റി? നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തിട്ട് പറയാൻ പറ്റും. അപ്പൊ കൂടുതൽ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.